കണ്ണൂരിൽ KPCC അധ്യക്ഷന്റെ മിന്നും വിജയമാണ് കണ്ടത്. അപ്രതീക്ഷിത തോൽവി CPIM-നെ അത്ഭുതപ്പെടുത്തുകയാണ്. ബൂത്തുകളിൽ നിന്നും ലഭിച്ച കണക്കനുസരിച്ച് നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കുമെന്നായിരുന്നു LDF-ന്റെ പ്രതീക്ഷ. അന്തിമ കണക്കനുസരിച്ച് 1,89,082 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി K സുധാകരൻ വിജയിച്ചത്. അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് ചേരുന്നത്. അർജുൻ, വെരി ഗുഡ് മോർണിംഗ്. ധർമ്മടത്ത് പിണറായി വിജയന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ലീഡ് നിലനിർത്തിയ ശേഷമാണ് K സുധാകരൻ ആധികാരികമായി വിജയിച്ചത്. MV ജയരാജന് ഒരു തരത്തിലും വെല്ലുവിളി ഉയർത്താൻ സാധിച്ചില്ല. നോക്കൂ, പാർട്ടി സെക്രട്ടറി, കേരളത്തിന്റെ മുഖ്യമന്ത്രി, LDF കൺവീനർ, എല്ലാവരുടെയും മണ്ഡലം. കണ്ണൂരിൽ എന്തു പറ്റി അർജുൻ? പിന്നിലിപ്പോൾ പറഞ്ഞ ആശങ്ക തന്നെയാണ് പാർട്ടി നേതാക്കൾക്കും ഇപ്പോഴും മനസ്സിലാക്കാത്തത്. എന്ത് പറ്റി എന്നാണ് അവരെല്ലാവരും ചോദിക്കുന്നത്. കാരണം പാർട്ടിയുടെ ബൂത്ത് ലെവലിൽ നിന്നും നൽകിയിട്ടുള്ള കണക്ക് പ്രകാരം, അതായത് ഏറ്റവും കുറഞ്ഞത് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിക്കുമെന്നായിരുന്നു LDF-ന്റെ കണക്ക് കൂട്ടൽ. ആ കണക്ക് കൂട്ടലായിരുന്നു ഇന്നലെ അതിരാവിലെ പോളിംഗ് ബൂത്തിലെത്തിയിട്ടുള്ള LDF-ന്റെ സ്ഥാനാർത്ഥി MV ജയരാജനോട് പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതായത് ധർമ്മടത്തും മട്ടന്നൂരും തളിപ്പറമ്പിലും വലിയ തോതിൽ LDF വോട്ട് പിടിക്കുന്നു. അതുപോലെ തന്നെ കണ്ണൂരിലും അഴീക്കോടും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. ഇരിക്കൂറും പേരാവൂരും UDF-ന്റെ വോട്ടുകൾ കുറക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവച്ചത്. പക്ഷേ വോട്ടെണ്ണി ഫലപ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും അന്തിമ കണക്കുകളിലേക്ക് എത്തുമ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഇടതുപക്ഷം അഭിമുഖീകരിക്കുന്നു. അല്ലെങ്കിൽ എന്താണ് പറ്റിയതെന്ന് അവർക്ക് പോലും മനസ്സിലാവാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. നമുക്ക് ഈ ഓരോ നിയോജക മണ്ഡലത്തിലെയും വോട്ട് കണക്കുകൾ പരിശോധിച്ചാൽ K സുധാകരനെ പോലൊരു വ്യക്തി വീണ്ടും അവിടെ ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് അർജുൻ വിചാരിച്ചിരുന്നോ? അല്ല, പിന്നീട് അതിൽ പ്രധാനമായ കാരണം ഒരു തരംഗം ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ അത് ഏതു പക്ഷത്തേക്ക് വേണമെങ്കിലും ഒരു ക്ലീൻ സ്വൈപ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ അതേ ആ ഘട്ടത്തിൽ കൂടി ഇത്തരത്തിൽ പ്രകടമായ ഒരു തരംഗത്തിന്റെ സാധ്യതകൾ കണ്ണൂരിൽ എവിടെയും കാണാനുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തരംഗം വിചാരിച്ചില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷമായിരുന്നു ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്നാണ് കരുതിയിരുന്നത്. ഒരുപക്ഷെ അതിനോടടുത്ത് അല്ലെങ്കിൽ അതിന് താഴെ മാത്രമേ K സുധാകരൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവൂ. ഒരു 50,000 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതായിരുന്നു ഒരു കണക്ക് കൂട്ടൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് എന്ന രീതിയിലേക്കുള്ള മത്സരം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത് ഒരു തരംഗമായി പോയി. ആ തരംഗത്തിൽ നിലംപരിശായി പോയത് ഇടതുപക്ഷമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മണ്ഡലത്തിൽ, അതുപോലെ തന്നെ മട്ടന്നൂരിലും ധർമ്മടത്തും നേരിയ വോട്ട്, ഏറ്റവും അവസാനത്തെ റൗണ്ടുകളിലാണ് നേരിയ ലീഡെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിരുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മണ്ഡലത്തിൽ 8,587 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് K സുധാകരൻ നേടിയത്. അതുപോലെ തന്നെ ധർമ്മടത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി 50,000 വോട്ടിലധികം ഭൂരിപക്ഷത്തിലാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. ആ സ്ഥലത്ത് ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ലീഡ് എന്ന് പറയുന്നത് കേവലം 2,616 വോട്ടിൻ്റെ മാത്രമാണ്. 60,000 ചില്ലാനും വോട്ടിന് KK ശൈലജയെ നിയമസഭയിലേക്ക് അയച്ച മട്ടന്നൂരിൽ ലീഡ് നില എന്ന് പറയുന്നത്, ഇടതുപക്ഷത്തിൻ്റെ ലീഡ് നില 2,974. അതായത് ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി വോട്ടുകൾ ചോർന്നുപോയി എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണിത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുതിയിരുന്നത് ഇത്തരത്തിൽ ഇതാണ് ഇതിൻ്റെ പരമാവധി, ഇതിനപ്പുറത്തൊരു വോട്ടും ഇനി ചുരാനില്ല എന്നുള്ളതായിരുന്നു CPM-ൻ്റെ വിലയിരുത്തൽ. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനുമപ്പുറത്തേക്കുള്ള പാർട്ടി വോട്ടുകൾ ചോർന്നു പോയിരിക്കുന്നു. പാർട്ടി മെമ്പർമാരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണ്. ഈ കണ്ണൂരിലും അഴീക്കോടും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതാണ്. രണ്ടിടത്തും ഇടതുപക്ഷത്തിന് MLA-മാരാണുള്ളത്. എങ്കിൽ കൂടി ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. എന്നാൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ 26,030 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് K സുധാകരൻ നൽകിയത്. അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ 22,218 വോട്ടിൻ്റെ ഭൂരിപക്ഷവും K സുധാകരൻ നൽകി. ഇരിക്കൂറിലും പേരാവൂരിലുമായിരുന്നു UDF ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത്. കണ്ണൂര് സുധാകരന്റെ മണ്ണായോ എന്നുള്ള കാര്യത്തിലാണ് എവിടെയാണ് CPM-ന് പാളിച്ച പറ്റിയത് എന്നുള്ളത് കൃത്യമായും പാർട്ടി നേതൃത്വം വിലയിരുത്തേണ്ട ഒരു സാഹചര്യമാണ്. കണ്ണൂർ മുഴുവനുള്ള ഒരു മണ്ണാണത്. അപ്പോൾ എവിടെ പോയി ആ വോട്ടുകൾ, ശക്തി കേന്ദ്രത്തിലെ വോട്ടുകളൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. എവിടെ പോയി എന്നുള്ള ആ വോട്ടുകളെല്ലാം എവിടെ പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആര്യ ഇന്ന് പത്രം വായിച്ചോ? ഞാൻ വായിച്ചില്ല. ഞാനും മനോരമ വായിച്ചു, മനോരമയും മാതൃഭൂമിയും വായിച്ചു. പക്ഷേ ദേശാഭിമാനി ഒന്ന് വായിക്കണമെന്നുണ്ട്. എങ്ങനെയാണ് CPIM ഈ തോൽവിയെ ഒന്ന് വിശദീകരിക്കുന്നതെന്ന് കണ്ടറിയാം. അപ്പോൾ ദേശാഭിമാനി വായിച്ചു വരാം.